ഹായ് ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടായിരിക്കും വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത് രാവിലത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൺഡേ ആണ് കേട്ടോ. ഇത് സൺഡേയിലത്തെ വീഡിയോ ആണ് കേട്ടോ. ഞാനത് പിറ്റേ ദിവസം തന്നെ അപ്ലോഡ് ചെയ്യുള്ളൂ എന്ന് നിങ്ങൾക്കറിയാലോ. അത് സൺഡേയിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ സൺഡേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോനൊരു സെലക്ഷൻ്റെ കാര്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു സൺഡേയും കൂടി നമുക്കവിടെ പോകേണ്ട ആവശ്യമുണ്ട്. എന്നിട്ട് നമുക്ക് അറിയുള്ളൂ കേട്ടോ അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അതിന് പോകാനുള്ള തയ്യാറെടുപ്പ് നമ്മൾ നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് എണീറ്റു. ഇനിയിപ്പോൾ ഇതേ ഫുഡ് ഉണ്ടാക്കണം. പിന്നെ കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ. നിസ്കാരമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് വേഗം ചായ വയ്ക്കണം. പിന്നെ ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതും കൂടി അതൊക്കെ കഴിഞ്ഞ് പിന്നെ നേരത്തെ ഇറങ്ങണം നമുക്ക് കേട്ടോ. 8:30 നമുക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യണം. കഴിഞ്ഞ സൺഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7:30 ആകുമ്പോഴേക്ക് എത്തേണ്ട ആവശ്യം, 7 മണി 7:30 ആകുമ്പോഴേക്ക് എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് രജിസ്ട്രേഷനുള്ള കാരണം. ഇന്നിപ്പോൾ 9 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ 8:30 ആകുമ്പോഴേക്ക് റിപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഒരു 8 മണിക്ക് ഇറങ്ങിയാലാണ് 8:30 ആകുമ്പോൾ അരമണിക്കൂർ എന്തായാലും വേണം കേട്ടോ അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ. ബ്ലോക്കും കാര്യം ഗേറ്റഡ്, പ്രത്യേകിച്ച് നമുക്ക് കിട്ടണ ഗേറ്റഡ് ആണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു, പ്രാവശ്യം എന്താണെന്ന് അറിയില്ല. എന്തായാലും ഇൻഷാ അല്ലാ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. അതുപോലെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇത് കണ്ടതിന് ശേഷം വീഡിയോസിലെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൺ എന്നുള്ള ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കാം. പിന്നെ ഇത് കണ്ടോ, ഞായറാഴ്ച ആയി കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ ഇവിടുത്തെ അവസ്ഥ. നല്ല എന്താ പറയുക, തുണികളൊക്കെ അകത്ത് തന്നെ ഇടേണ്ടി വരും കേട്ടോ. ഇവിടെ പുറത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴച്ചാറ്റിലും കാര്യങ്ങളൊക്കെ അടിക്കണമായിരുന്നു. ഞാൻ വാഷിംഗ് മെഷീനിൽ ഒന്ന് ഡയറിലിട്ട് ഉണക്കിയതിന് ശേഷം ഇവിടെ ഇടും കേട്ടോ. പിന്നെ കിടക്കാൻ നേരത്ത് ചിലപ്പം അത്യാവശ്യമുള്ള തുണികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫാൻ ഇട്ട് വെക്കും. ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ തന്നെ ഇവിടെ കിടന്ന് അങ്ങനെ തന്നെ ഉണങ്ങിക്കോളൂ കേട്ടോ. പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ. ഉണങ്ങാനുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ തുണികളൊക്കെ ഞാനിവിടെ നിരത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെയൊക്കെ നമ്മൾ കിടക്കണോടത്തായാലും അത്യാവശ്യമുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ കിടക്കണോടത്ത് ഫാൻ ഇടില്ല, അവിടെ ഇട്ട് വയ്ക്കാറുണ്ട് പതിവ്. പിന്നെ വെള്ളം ഒന്ന് ചൂടായതിന് ശേഷം അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളം, നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാനുള്ള വെള്ളം കുറച്ച് ഇങ്ങോട്ട് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം തിളയ്ക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതേ ഗോതമ്പ് പൊടിയാണ് കേട്ടോ. ഗോതമ്പ് പൊടിയിലേക്ക് ഞാൻ കുറച്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇളം ചൂടുള്ള വെള്ളത്തിലാണ് കേട്ടോ ഞാനതൊന്ന് കുഴച്ചെടുക്കുന്നത്. അങ്ങനെ കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചപ്പാത്തിക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ നല്ലപോലെ തന്നെ വീർത്തൊക്കെ വരും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് എന്താ വെച്ചാൽ ഗോതമ്പ് പൊടിയും മൈദപ്പൊടിയും കൂടി മിക്സാണ് കേട്ടോ. നമ്മളിപ്പോൾ കടയിൽ നിന്ന് മേടിക്കുന്നതിലൊക്കെ കൂട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തന്നെ നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചത് അത് വെറും മൈദപ്പൊടി മാത്രമാണെന്ന് വിചാരിച്ചിട്ടോ. പക്ഷേ അതിൽ ഗോതമ്പ് പൊടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതന്നെയാണ് കേട്ടോ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ എന്തായാലും ഞാനതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഞാൻ കയ്യിൽ വെച്ചിട്ടൊന്ന് ചെയ്തെടുക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ചായക്കുള്ള വെള്ളം അവിടെ തിളച്ചിട്ടുണ്ട്. അങ്ങനെ ചായയിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒത്തിരി പേര് ലൈക്ക് ചെയ്തിട്ടും കമൻറ്റ് ചെയ്തിട്ടൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ വീഡിയോ എന്ന് വെച്ചാൽ ഒത്തിരി നാളായിട്ടോ വീഡിയോ ഇട്ടിട്ട്. ഇപ്പോൾ 2 ആഴ്ചയോളം ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. കറക്റ്റ് ടൈം ഞാൻ നോക്കിയിട്ടില്ല. ആയിട്ടുണ്ട് വീഡിയോസൊക്കെ ഇട്ടിട്ട് കേട്ടോ. എന്തായാലും ഒത്തിരി താങ്ക്സ് ഉണ്ട്. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് തുടർന്നും ഉണ്ടാവണം കേട്ടോ. അങ്ങനെ നമ്മുടെ ചപ്പാത്തിക്ക് മാവൊക്കെ ഒന്ന് വേഗം കുഴച്ച് കൈ വെച്ചങ്ങോട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ടൈലിട്ടിട്ട് തന്നെയാണ് കേട്ടോ പരത്തിയെടുക്കുന്നത്. വേഗമാവും, അതുകൊണ്ടാണ് കേട്ടോ. മറ്റേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പലകയിൽ അങ്ങനത്തെ പരത്തുമ്പോൾ ഒരു ശരിയാവാറില്ല കേട്ടോ. ഇതുപോലെ ടൈലിലോ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചപ്പാത്തി കോയിലൊക്കെ പരത്തിയെടുക്കുമ്പോൾ റെഡി ആവില്ല. ഇതുപോലത്തെ ഒരു പൈപ്പിൻ്റെ ഇത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പരത്തിയത്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ വർഷങ്ങളായിട്ട് ഈ ഒരു പൈപ്പിൻ്റെ കഷ്ണം ഇരിക്കുന്നത്. ഞാനിത് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ തന്നെ നല്ലോണം കഴുകി തുടച്ച് അവിടെ എടുത്ത് വയ്ക്കും കേട്ടോ. അപ്പോൾ ഇതിൽ തന്നെയാണ് കേട്ടോ ചപ്പാത്തി പരത്തിയെടുക്കാറ്. നല്ല ഷേപ്പിലും കിട്ടും, അതുപോലെ തന്നെ നല്ല സ്പീഡിൽ നല്ല ഇതിൽ തന്നെ പരത്തിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതിപ്പോൾ ഞാൻ സ്പീഡ് കൂട്ടി വെച്ചതൊന്നും അല്ല കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു. എന്തായാലും നമ്മുടെ ചപ്പാത്തിക്ക് ഇതേ പരത്തി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ അതിലേക്ക് ഉരുളക്കിഴങ്ങ് കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മൾ ചിക്കനൊക്കെ വെക്കുന്ന ആ ഒരു രീതിയിലാണ് കറി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതേ നമ്മുടെ ചപ്പാത്തിക്കല്ലൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി വേഗം ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. പിന്നെ കുറേ പേരുടെ വീഡിയോസൊക്കെ കാണാനൊന്നും ഇപ്പോൾ പറ്റാറില്ല കേട്ടോ. ടൈം കിട്ടുന്നില്ല, വേറെ ഒന്നല്ല, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ മെനക്കെട്ട് ഇപ്പോൾ ആരും വീഡിയോസ് അങ്ങനെ കാണാനിരിക്കാറില്ല. തുടർന്ന് കാണാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാ. ഈ സാധാരണ പ്രഷർ കൂടാറാണ് കേട്ടോ. ഇതിപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ കുറഞ്ഞു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ. തലകറക്കും
ഛർദിയില്ല, ഛർദ്ദിക്കാൻ വരും, അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അത് നോർമലായി വരുന്നുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് ഉപ്പ് ചെറുനാരങ്ങ കലക്കി കുടിക്കുക അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് അങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചപ്പാത്തിയൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചപ്പാത്തിയൊക്കെ നല്ലപോലെ തന്നെ വീർത്തൊക്കെ വരുന്നുണ്ട്. കുറച്ച് ദിവസമായിട്ട് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാണ്ടായി കഴിഞ്ഞാൽ വോയിസ് കൊടുക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് എനിക്കുണ്ടാവാറുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ? ഉള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. ഡെയിലി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസിന് വോയിസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് സംസാരിക്കാനായിട്ട് പറ്റും കേട്ടോ. അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അങ്ങനെ ചപ്പാത്തിയൊക്കെ സെറ്റായിട്ടുണ്ട്. പിന്നെ ഞാൻ ഉരുളക്കിഴങ്ങ് നന്നാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി നന്നാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി ഉണ്ട്, അതുപോലെ തന്നെ സബോളയൊക്കെ കേട്ടോ. അങ്ങനെ ഞാൻ സബോള, ഇഞ്ചി, തക്കാളി ഒക്കെ ഒന്ന് വാട്ടി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് മസാലപ്പൊടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് നമ്മൾ ചിക്കൻ എങ്ങനെയാണോ വെക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് കേട്ടോ വെക്കുന്നത്. പിന്നെ ഇത് ഉരുളക്കിഴങ്ങ് കഴുകി അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഉരുളക്കിഴങ്ങ് കറി ഇതവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചോറിലേക്കും കൂടി എടുക്കാൻ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഞങ്ങളിന്ന് രാവിലെ തന്നെ ഇതേ മോനെ കൊണ്ടുവന്നാക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ പറഞ്ഞില്ലേ എല്ലാ ശനി ഞായറും ഇനിയിപ്പോൾ അവനെ കൊണ്ട് പോകണമെന്ന്. അപ്പോൾ ക്യാമ്പിന് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഈ വീഡിയോ ഇന്നത്തെ വീഡിയോ ഒന്നല്ല കേട്ടോ, 2 ആഴ്ച മുമ്പത്തെ വീഡിയോ ആണ് കേട്ടോ. അത് വോയിസ് ഒന്നും കൊടുക്കാൻ പറ്റാത്ത ആ ഒരു ബുദ്ധിമുട്ട് കാരണം അങ്ങനെ ഇട്ടേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും ഈ ഒരു വീഡിയോ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ രാവിലെ തന്നെ നല്ല സൂര്യപ്രകാശം അവിടെ നിന്ന് ഇങ്ങനെ അടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ കയറി അതായത് തൃശ്ശൂർക്കാണ് കേട്ടോ. തൃശ്ശൂർ ഏകദേശം എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു രാവിലെ തന്നെ. പക്ഷേ ഞങ്ങൾക്ക് മഴയൊന്നും കിട്ടിയില്ല. ഗേറ്റയുടെ പിന്നെ പ്രത്യേകിച്ച് പറയൊന്നും വേണ്ട കേട്ടോ, ഇന്നും കിട്ടുന്നത് തന്നെയാണ് കേട്ടോ. അങ്ങനെ തൃശ്ശൂർ സ്റ്റാൻഡ് എത്തിയിട്ടത് വടക്കേ സ്റ്റാൻഡാണ്. ആ സ്റ്റാൻഡ് നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ. ഈ സ്റ്റാൻഡ് കഴിഞ്ഞ് നേരെ ഓപ്പോസിറ്റാണ് ഈ സ്റ്റേഡിയം വരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടേക്ക് എത്തി കേട്ടോ. ഈ കാണുന്നതാണ് മ്യൂസിയം. അവിടേക്ക് നമ്മളിതുവരെ കയറിയിട്ടില്ല കേട്ടോ. ഇൻഷാ അല്ലാഹ് കയറണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ മക്കൾക്ക് അങ്ങനെ കാണാൻ വലിയ താല്പര്യമൊന്നുമില്ല. മ്യൂസിയത്തിലായിട്ട് പുരാണ വസ്തുവൊക്കെ കാണാനല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങോട്ട് കയറാത്തത്. അങ്ങനെ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ എത്തിയപ്പോഴേക്കും മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അന്ന് ഫസ്റ്റ് പ്രാവശ്യമൊക്കെ വന്നപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. മഴക്കാറുണ്ട്, മഴ പെയ്തു പോയതിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ, അല്ലാണ്ട് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളവിടേക്ക് എത്തി. പിന്നെ അങ്ങനെ മോനെ ഗ്രൗണ്ടിലേക്ക് വിട്ടു. ഞങ്ങളവിടെ ഇങ്ങനെ വെയിറ്റിങ്ങിലായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം പാത്തൂസ് നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ആൾ രാവിലെ ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇപ്പോൾ 7 മണിയാകുമ്പോഴേക്ക് എത്തണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെയാണ് കേട്ടോ എണീറ്റത്. അപ്പോൾ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. രാവിലെ ആളെ കുളിപ്പിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ ഇവിടുത്തെ പരിപാടികളൊക്കെ നമ്മളിങ്ങനെ ചെറുതായിട്ടൊരു വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ, അധികമൊന്നും എടുത്തിട്ടില്ലേ. അങ്ങനെ നിന്നു. അപ്പോൾ അതെവിടെ സാർ ഓരോന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ കുട്ടികൾ അതിനനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ചെറുതായിട്ട് മഴ ചാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളവിടെ അങ്ങനെ നിന്നു. പിന്നെ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നു. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം നോക്കിയപ്പോഴേക്കും നല്ല മഴയായിട്ടോ. നല്ല ബെസ്റ്റ് മഴ വെച്ചാൽ ബെസ്റ്റ് മഴയായിരുന്നു കേട്ടോ. അവരൊക്കെ മഴയത്ത് നിന്നിട്ട് തന്നെയാണ് കേട്ടോ കളിക്കുന്നത്. അപ്പോൾ എനിക്കൊരു ഇതുണ്ടായിരുന്നു കേട്ടോ, ഇനിയിപ്പോൾ ജലദോഷം വരുമോ പനി വരുമോ എന്നുള്ളത്. പക്ഷെ അവർക്കത് ശീലമാവണമല്ലോ, മഴയായാലും വെയിലായാലും കൊണ്ട് കളിച്ചല്ലേ ശീലിക്കുക. അങ്ങനെ പിന്നെ എന്തായാലും അങ്ങനെ പോട്ടെ വെച്ചു. പിന്നെ വയ്യാത്ത കുട്ടികളൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ സാറിങ്ങനെ ഓരോന്നൊക്കെ കാര്യങ്ങളൊക്കെ അവന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിന് പോണത്. അപ്പം ഞാൻ സാറെ കണ്ട് സംസാരിച്ചപ്പോൾ സാർ അതിൻ്റെ കാര്യങ്ങളൊക്കെ അവന് സെപ്പറേറ്റ് ആയിട്ട് അവനിങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അങ്ങനെ സാറോടൊക്കെ സംസാരിച്ച് നിന്ന് പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഞങ്ങൾ ഇറങ്ങുന്ന ടൈമിൽ നല്ല മഴയുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മഴയൊക്കെ അങ്ങോട്ട് പോയി കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ നേരെ കയറി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ സാധാരണ തൃശ്ശൂരിൽ നിന്ന് തന്നെയാണ് കഴിക്കാറ്. പ്രാവശ്യം തൃശ്ശൂരല്ല, നേരെ അവിടെ നിന്ന് ഓട്ടോ കയറി ഞങ്ങൾ നേരെ വന്നത് കുറുക്കഞ്ചേരിക്കാണ് കേട്ടോ വന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഫുഡൊക്കെ കഴിച്ചത് കേട്ടോ. അപ്പോൾ ആ വരുന്ന വഴിക്ക് തന്നെ ചെറിയൊരു ആക്സിഡൻറ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ ഭാഗം നോക്കിയേ ഇല്ല. അങ്ങനെ നേരെ ഞങ്ങൾ അവിടെ നിന്ന് തൃശ്ശൂർ നേരെ വന്നിറങ്ങിയത് കുറുക്കഞ്ചേരിയിലാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുന്ന ടൈമിൽ മഴ ചാറിയായിരുന്നു, എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ദിവസം ആ മഴയും അങ്ങനെ എല്ലാണ്ടൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരെ ഞങ്ങളൊന്ന് ഫുഡ് കഴിക്കാനായിട്ട് വന്നു കേട്ടോ. ഫുഡ് കഴിക്കുന്ന ആ ഒരു ടൈമിൽ ഞാൻ വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഫുഡ് കൊണ്ടുവന്നിരിക്കുന്ന ആ ടൈമിൽ കറക്റ്റ് ടൈമിൽ എനിക്ക് ഫോൺ വിളിച്ചു കേട്ടോ. അങ്ങനെ ഇക്കാട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് ഫുഡൊക്കെ അവിടെ പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിച്ച് കുറച്ചങ്ങോട്ട് ആയപ്പോഴാണ് കേട്ടോ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയത്. തുടക്കത്തിലത്തെ ആ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വലിയ വിശേഷങ്ങളൊന്നുമല്ല, ചെറിയൊരു വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഓർഡർ ചെയ്തിട്ടുള്ള ഫുഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൽഫാം മന്തി ആയിരുന്നു കേട്ടോ അവർ പറഞ്ഞത്. പക്ഷേ അൽഫാം മന്തി കിട്ടിയില്ല. തൽക്കാലം ചിക്കൻ മന്തിയും അങ്ങോട്ട് ഒപ്പിച്ചു കേട്ടോ. ചിക്കൻ മന്തി എന്ന് വെച്ചാൽ വലിയ ടേസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം എരിവൊന്നും ഉണ്ടായിരുന്നില്ല മസാലയിൽ കേട്ടോ. അത് കാരണം ഇവർക്ക് അങ്ങനെ കഴിക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തായാലും ഓർഡർ ചെയ്തല്ലേ എന്ന് വെച്ചാൽ അങ്ങനെ കഴിച്ചു കേട്ടോ. പിന്നെ എല്ലാ ഫുഡൊന്നും ട്രൈ ചെയ്യണം, ആ ഒരു ഇതിൽ അങ്ങനെ ട്രൈ ചെയ്തതാണ് കേട്ടോ.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം വരാം.